ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായാലും ഇന്ന് അട്രാക്റ്റീവായിട്ട് നടന്നത് നമ്മുടെ ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ മണി വീക്കായിരുന്നു അട്രാക്റ്റീവായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നടന്നത്. എന്തായാലും അത് നല്ല രീതിയിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 10,000 രൂപയായിരുന്നു 10,000 രൂപയായിരുന്നു ഇന്ന് മണി വീക്കിൽ. അതും ഈ വിജയ് ആവുന്ന 50 ലക്ഷത്തിൽ നിന്നാണ് കുറയുന്നത് ഈ 10,000 രൂപ. എന്തായാലും നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. നെവിൻ അതിനിടയ്ക്ക് കുറേ പേരെ സഹായിച്ചു, പൈസ കൊടുത്ത് സഹായിച്ചു. അവൻ എടുക്കരുതെന്നാണ് പറഞ്ഞത്, നിയമം ലംഘിച്ച് അവനെടുത്തു. അത് കുഴപ്പമില്ല, ഫണ്ണായിട്ട് എടുത്തു. എന്തായാലും ഇപ്പം നെവിൻ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇന്നലെ തന്നെ നെവിൻ ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൻ കളിക്കട്ടെ. എന്തായാലും മണി വീക്കായാലും എന്തായിരുന്നൊക്കെ പറഞ്ഞാലും ഈ നെവിനാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുള്ളത് അന്നത്തെ ദിവസം. നെവിൻ ഇത്തിരിയെങ്കിലും പോസിറ്റീവായി തുടങ്ങിയിട്ടുണ്ട് ഈ ആഴ്ച. ഇനി എങ്ങനെയാണെന്ന് അറിയണം. എന്തായാലും വോട്ടിംഗ് റിസൾട്ടിലും നെവിൻ ഡേഞ്ചർ പൊസിഷനിലൊന്നുമല്ല, സേഫ് പൊസിഷനിലാണ്. എനിക്കൊന്ന് സാവുമാനാണ് ഡേഞ്ചർ പൊസിഷനിലെന്ന് തോന്നുന്നു. എന്തായാലും വോട്ടിങ്ങിൽ നെവിന് നല്ല മുന്നേറ്റമുണ്ട്. അതേ കണക്ക് തന്നെ നെവിൻ്റെ പെരുമാറ്റവും ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫൺ ക്യാരക്ടറിലോട്ട് നെവിൻ മാറിയിട്ടുണ്ട്. എന്തായാലും നെവിൻ്റെ കാര്യം ഇവിടെ മറച്ചു കിട്ടിയാൽ ഏറ്റവും കൂടുതലും ഇന്ന് നടന്ന ടാസ്ക്കായിട്ട് നടന്ന മണി വീക്കാണ്. മണി ടാസ്ക് അതേ കണക്ക് തന്നെ ഈ അനീഷിൻ്റെ സ്വഭാവം ചേഞ്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് ഇൻട്രോയിൽ പറഞ്ഞത് സ്ത്രീ വിരുദ്ധൻ, ഇപ്പം സ്ത്രീ വിരുദ്ധതയൊന്നും അനീഷിൻ്റെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഒരുപാട് അനീഷിന് ഇപ്പം ചിരിയും കളിയൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. എന്തായാലും വലിയ സീരിയസ്നെസ് ഇല്ല, പെട്ടെന്ന് അടിയും ബഹളമൊന്നുമില്ല. അനീഷിന് ചെറുതായിട്ടൊക്കെ ഒരു ലവ് ട്രാക്ക് ആയി വരുന്നുണ്ടോ എന്നൊരു സംശയം. അനുമോളുമായിട്ടൊക്കെ ഒരു ലവ് ട്രാക്കൊക്കെ പിടിക്കാൻ അനീഷ് ശ്രമിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. അക്ബറും അതേകണക്കിന് നെവിനൊക്കെ കളിയാക്കുന്നുണ്ട് അനീഷിനെ പറ്റി. എന്തായാലും ഇതുവരെ ലവ് ട്രാക്കിലോട്ടൊന്നും പോയിട്ടില്ല. ഇനിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ നെവിന് ഈ അക്ബറിനൊരു പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും ഏഷ്യാൻ്റെ തന്നെ ഊക്കിയതാണ്, ഈ അക്ബറിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ചില മാൻഡ്രേക്ക് കണക്ക് പണി കിട്ടും. ചിലപ്പോൾ എവിക്ഷനായിട്ട് പോകും, അല്ലെങ്കിൽ ആ ആഴ്ച എന്തെങ്കിലുമൊക്കെ ഒരു പണി അവർക്ക് കിട്ടും. അത് അക്ബറിൻ്റെ ഒരു സവിശേഷത ഗുണമാണ്. എന്തായാലും ആര്യൻ കൂടെ നിന്ന് ആര്യൻ പോയി. അതേ കണക്ക് തന്നെ പല കണ്ടസ്റ്റൻസും ഈ അക്ബറിൻ്റെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി നെവിനും പറയാനൊക്കത്തില്ല. എന്തായാലും അക്ബർ ഖാൻ കാരണം നെവിൻ പോവില്ലെന്ന് ഇനി അവസാന വോട്ടിംഗ് റിസൾട്ടിൽ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും വെള്ളിയാഴ്ചയോടെ അറിയാം. നെവിൻ പോവുമെങ്കിൽ അക്ബർ ഒരു മാൻഡ്രേക്കാണ് എന്നേ പറയാൻ സാധിക്കും. അക്ബർ ഫാൻസ് എന്ത് പറഞ്ഞാലും. ഇനിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ നെവിന് ഈ അക്ബറിനൊരു പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും ഏഷ്യാൻ്റെ തന്നെ ഊക്കിയതാണ്, ഈ അക്ബറിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ചില മാൻഡ്രേക്ക് കണക്ക് പണി കിട്ടും. ചിലപ്പോൾ എവിക്ഷനായിട്ട് പോകും, അല്ലെങ്കിൽ ആ ആഴ്ച എന്തെങ്കിലുമൊക്കെ ഒരു പണി അവർക്ക് കിട്ടും. അത് അക്ബറിൻ്റെ ഒരു സവിശേഷത ഗുണമാണ്. എന്തായാലും ആര്യൻ കൂടെ നിന്ന് ആര്യൻ പോയി. അതേ കണക്ക് തന്നെ പല കണ്ടസ്റ്റൻസും ഈ അക്ബറിൻ്റെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി നെവിനും പറയാനൊക്കത്തില്ല. എന്തായാലും അക്ബർ ഖാൻ കാരണം നെവിൻ പോവില്ലെന്ന് ഇനി അവസാന വോട്ടിംഗ് റിസൾട്ടിൽ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും വെള്ളിയാഴ്ചയോടെ അറിയാം. നെവിൻ പോവുമെങ്കിൽ അക്ബർ ഒരു മാൻഡ്രേക്കാണ് എന്നേ പറയാൻ സാധിക്കും. അക്ബർ ഫാൻസ് എന്ത് പറഞ്ഞാലും. എന്തായാലും ഇന്നലെ മാത്രം മണി വീക്കിൽ പൊട്ടിച്ച പൈസ 50,000 രൂപ, അറൗണ്ട് 50,000 രൂപ അടുപ്പിച്ച് ബിഗ് ബോസ് പൊട്ടിച്ചു. എന്തായാലും ആരൊക്കെ ഫെയിമെന്നൊക്കെ പറഞ്ഞാലും പൈസയ്ക്ക് വേണ്ടിയാണ് അവിടെ എല്ലാവരും നിൽക്കുന്നത്. അനീഷായാലും അനിമോളായാലും ആര്യനായാലും നെവിനായാലും ഏത് കണ്ടസ്റ്റൻ്റ് ആയാലും അക്ഷേഷ് തൊട്ട് ഷാനവാസ് ഉൾപ്പെടെ അനിമോക്കൊന്നും പേയ്മെൻറ്റ് ആവശ്യമില്ല, പൈസയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഉറ്റവരെ മാറ്റി നിർത്തി ഫാമിലിയെ പോലും കാണാതെ മൊബൈൽ ഫോൺ ഇല്ലാതെ അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ ബിഗ് ബോസിന് വേണ്ടി നിൽക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ മണി വീക്ക് ഒരു നല്ലൊരു വീക്കാണ്. ചിലപ്പോൾ ബോക്സ് പോലും വയ്ക്കത്തില്ല. ഇങ്ങനെ ചിലപ്പോൾ ലാസ്റ്റ് 2 ലക്ഷം രൂപയുടെ ബോക്സും വെച്ച് ഇതങ്ങ് എൻ്റെ ആക്കും. അതായിരിക്കും കാര്യം. എന്ന് വെച്ചാൽ ബിഗ് ബോസിന് വലിയ എമൗണ്ട് പോകത്തുമില്ല, ഒരു ദിവസം കൊണ്ട് കളയത്തുമില്ല. ടാസ്കും നടന്നു, ഒരാഴ്ചത്തെ കണ്ടൻറ്റുമായി ബിഗ് ബോസിൽ. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നാളെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. നാളത്തെ ഇന്നത്തെ എപ്പിസോഡിൽ പട്ടായ ഗേൾസിൻ്റെ ഒരു അടി പ്രതീക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കിച്ചണുമായിട്ട് അനുമോൾക്ക് ഒരു അസാധ്യമായ ഒരു ബന്ധം. എന്തായാലും കിച്ചണിൽ അനുമോൾ എപ്പം കയറുമോ അപ്പോൾ അടി പൊട്ടുമോ എന്നുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. എന്തായാലും കിച്ചണിൽ കയറാനുള്ള കിച്ചണിൽ അനുമോൾ കയറിയ അതിൽ അടിയുണ്ട്. എന്തായാലും അങ്ങനത്തെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഈ ബിഗ് ബോസ് വീട്ടിൽ ലാസ്റ്റ് ആഴ്ചയൊക്കെ ആകുമ്പോൾ സാധാരണ ശാന്തമായിട്ടാണ് പോകാറുള്ളത്. എന്തായാലും ഇത് അടിയും പൊട്ടും, ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നാണ് പ്രൊമോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം ഇപ്പോഴത്തെ വോട്ടിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് അനീഷാണ്,
തൊട്ട് പിറകെ 2ാം സ്ഥാനത്ത് അനിമോളാണ്. 3ാം സ്ഥാനത്ത് ആദിലയാണ്. എനിക്ക് തോന്നുന്നു നോറയുടെ ഓട്ടം കൂടെ ആദിലേക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആദില 3ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്ത് ഷാനവാസ്. 5ാം സ്ഥാനത്ത് നെവിൻ. 6ാം സ്ഥാനത്ത് അക്ബർ. 7ാം സ്ഥാനത്ത് സാബുമാൻ. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് റിസൾട്ട് ഫലം. ഇത് അൺഒഫീഷ്യലാണ്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വോട്ടിംഗ് റിസൾട്ട് എല്ലാം പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.